കൊയിലാണ്ടി മണത്തണ ക്ഷേത്രോത്സവത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ച. എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഗുരുവായൂർ പീതാംബരൻ പടക്കം പൊട്ടിച്ചാൽ അസ്വസ്ഥനാവുമെന്ന് പാപ്പാന്മാർ ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചിരുന്നു. അക്രമമുണ്ടാക്കിയ ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ടും പുറത്തുവന്നു. ആന എഴുന്നള്ളിപ്പിനിടെ ഗുരുവായൂർ പീതാംബരൻ എന്ന ആന ഇടഞ്ഞതും എഴുന്നള്ളിപ്പിനുണ്ടായിരുന്ന മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടിയതുമാണ് അപകടങ്ങളിലേക്ക് നയിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ ക്ഷേത്രോത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പീതാംബരൻ എന്ന ആനയ്ക്ക് പടക്കം പൊട്ടിച്ചാൽ പ്രകോപിതമാകുന്ന സ്വഭാവമുണ്ടെന്നും അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടിക്കരുതെന്നും ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണമെന്നും ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാപ്പാന്മാർ ക്ഷേത്ര കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. ഗുരുവായൂർ പീതാംബരന് മദപ്പാടിന് കാരണമായ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്നും മദപ്പാടിനോട് അടുത്ത സമയത്താണ് എഴുന്നള്ളിപ്പിന് എത്തിച്ചതെന്നും രാസപരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അക്രമമുണ്ടാക്കിയ ആന മുൻപും അക്രമ സ്വഭാവം കാട്ടിയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ആനയുടെ കാലുകളിൽ ചങ്ങലയുണ്ടായിരുന്നില്ല. അക്രമമുണ്ടാക്കിയ ആനയ്ക്ക് മദപ്പാടിന്റെ ലക്ഷണമുണ്ടായിരുന്നു. ഇരു ആനകളും തമ്മിൽ നിയമപരമായി നിർദ്ദേശിച്ച അകലമുണ്ടായിരുന്നില്ല. ആനയുടെ സമീപത്ത് അലക്ഷ്യമായി പടക്കങ്ങൾ പൊട്ടിച്ചു. ശബ്ദത്തിൽ പീതാംബരൻ എന്ന ആന പ്രകോപിതനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാട്ടാന പരിപാലന നിബന്ധന പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നാണ് വനമന്ത്രി A.K. ശശീന്ദ്രൻ. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും A.K. ശശീന്ദ്രൻ പറഞ്ഞു. നിബന്ധനകൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനം വകുപ്പാണെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലും നാട്ടാന പരിപാലന സംരക്ഷണ നിയമത്തിലും ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചട്ടങ്ങൾ പാലിച്ചാണ് ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിച്ചതെന്ന നിലപാടിലാണ് ക്ഷേത്ര കമ്മിറ്റി. ന്യൂസ് മലയാളം, കോഴിക്കോട്.